കേരള ബ്ലാസ്റ്റേഴ്സ് താരം ജീക്സൺ സിംഗിന്റെ ക്ലബ്ബിലെ ഭാവിയെപ്പറ്റിയുള്ള അനിശ്ചിതത്വം അവസാനിക്കുന്നില്ല. താരം അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാവാനുള്ള സാധ്യതകൾ കുറവാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. താരത്തിന് അടുത്ത സീസണിലേക്ക് കൂടി ബ്ലാസ്റ്റേഴ്സിൽ കരാറുണ്ടെങ്കിലും നിലവിൽ താരത്തിനായി 3 ക്ലബ്ബുകൾ രംഗത്ത് വന്നതായി പ്രമുഖ കായിക മാധ്യമ പ്രവർത്തകൻ മാർക്കസ് മെർഗുല്ലോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ താരത്തിന്റെ ട്രാൻസ്ഫർ നീക്കത്തിനായി ബ്ലാസ്റ്റേഴ്സ് ഉയർന്ന ട്രാൻസ്ഫർ ഫീ ആവശ്യപ്പെടുമെന്നാണ് മാർക്കസ് വ്യക്തമാക്കുന്നത്. ജീക്സനെ പറ്റിയുള്ള മാർക്സിന്റെ അപ്ഡേറ്റിന് പിന്നാലെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെതിരെ ആരാധകരുടെ പ്രതിഷേധം ഉയരുന്നുണ്ട്. താരത്തിന് പുതിയ കരാർ നൽകാനല്ല, മറിച്ച് ഉയർന്ന ട്രാൻസ്ഫർ ഫീ വാങ്ങി വിൽക്കാനാണ് ക്ലബിന് താൽപര്യമെന്നാണ് ആരാധകരുടെ വിമർശനം. എന്നാൽ ഈ വിഷയത്തിൽ ക്ലബിനെ പൂർണ്ണമായും കുറ്റപ്പെടുത്താനാവില്ല. കരാർ പുതുക്കണോ വേണ്ടയോ എന്ന നിലപാട് സ്വീകരിക്കേണ്ടത് ക്ലബല്ല, താരമാണ്. താരം കരാർ പുതുക്കാൻ വിസമ്മതിച്ചിട്ടുണ്ടെങ്കിൽ താരത്തെ വിൽക്കുകയല്ലാതെ ബ്ലാസ്റ്റേഴ്സിന് മറ്റു വഴികളില്ല. ഈ ട്രാൻസ്ഫർ വിൻഡോ കഴിയുന്നതോടെ താരം ഫ്രീ ഏജന്റാവും. അതിനാൽ കരാർ പുതുക്കിയില്ല എങ്കിൽ താരത്തെ ഉയർന്ന ട്രാൻസ്ഫർ ഫീ വാങ്ങി വിൽക്കുക എന്നത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നിലെ ഏക വഴി.